ഇറങ്ങിക്കോട്ടോ. ഒരു മിനിറ്റ് രാജീവ് അപ്പുറം ഒരു മിനിറ്റ് ഫോട്ടോ നമ്മുടെ കോഴിക്കോട്ടിലെ കൂട്ടുകാർ ഒരുക്കിയ ഈ ഒരു സന്തോഷ ദിനത്തിൽ ചേർന്ന എല്ലാവർക്കും ഹാർദമായി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങിന് അഭിച്ചു സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കൽപ്പറ്റ നാരായണ മാസ്റ്ററെ വീട്ടിലേക്ക് രണ്ട് വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെ നമുക്ക് സ്നേഹാദരവോട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പൊന്നാടയിട്ട് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി കുട്ടി സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഒരു സിനിമയ്ക്ക് അതിന് പങ്കാളിയായ ഒരു വ്യക്തിക്ക് ആദരം അർപ്പിക്കുമെന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇനിയും ഈ തരത്തിലുള്ള കലാപരമായും അല്ലാതെയുമുള്ള സർഗാത്മകമായ പുരോഗതി ഇദ്ദേഹത്തിൽ നിന്നുണ്ടാവുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം വെറുതെ ആവില്ല എന്ന് അടുത്ത 40 കൊല്ലം തെളിയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടുകൂടി ഈ മക്കൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി വേദിയിലിരിക്കുന്നവർക്ക് കൊണ്ടാടിയതിനു വേണ്ടി സജീവ് അവരെ സ്വാഗതം ചെയ്യും. പൊന്നാടി അവരെ സ്വാഗതം ചെയ്യുന്നു. കൂടെ പ്രേംരാജ്, രാജീവ്, ജയപിലാസ് എന്നിവരെയും കാരണമാണ് സംഭവം ചെയ്യുന്നത്. നമ്മുടെ മറുപടി വാക്കുകൾക്ക് വേണ്ടി നമ്മുടെ ജോയൻ ഇത്രയധികം സന്തോഷം നിറഞ്ഞ ഒരു ദിവസം ജീവിതത്തിലുണ്ടായില്ല. ഇത് ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും എനിക്കറിയുന്ന ആൾക്കാരാണ്, പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരാണ്, പേര് പോലുള്ള 40 വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ
ലോക നിലവാരത്തിൽ ആദരിക്കപ്പെടുന്നു. അതിൽ പങ്കെടുത്ത അവശേഷിക്കുന്ന ചുരുക്കം ചില ആൾക്കാരുടെ ഒരാളായ എന്നെയും എഡിറ്റർ ബീനെയും ക്ഷണിക്കുന്നു. ഞങ്ങളവിടെ പോകുന്നതൊക്കെ വലിയ കഥയാണ്. അതിൻ്റെയൊക്കെ ആ സാഹസിക കഥകളൊക്കെ പിന്നീട് എനിക്ക് പറയാം. ഒരു മിസ്റ്റർ ബീൻ കാനലിൽ പോയ പോലെയായിരുന്നു എൻ്റെ പോക്ക്. വണ്ടി കിട്ടാതെയും വിസ കിട്ടാതെയും ലാസ്റ്റ് മിനിറ്റൊക്കെ വിസ കിട്ടുന്നതും വിമാനം മാറിപ്പോകുന്നത്, അങ്ങനെ കുറേ കഥകളുണ്ട്. അത് പിന്നീട് എഴുതിക്കുന്നത് പൈസ കിട്ടാം. ഏറ്റവും 40 കൊല്ലം മുമ്പ് ഞാൻ പാട്ട് അഭിനയിച്ചത്. എന്നോട് പലരും വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഞാൻ തന്നെ അന്തം പെട്ടത്. അവരൊരിക്കുന്നു, അല്ല ജോയ് സാറേ, നിങ്ങൾ 40 കൊല്ലം മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കാണുന്നത് നിങ്ങൾ ഈ ആമേനിൻ്റെ ശേഷമാണ് നിങ്ങൾ സിനിമയിൽ വന്നത്. അപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ ഒരു പൂർവ്വകാല ചരിത്രം അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും സിനിമാ രംഗത്തുള്ളവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും പൊതുരംഗത്തുള്ളവരായാലും ഇയാൾ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇയാൾ പറയുന്നതിന് എതിർക്കണം, ഇയാൾ ശരിയല്ല. നമുക്കുള്ള ഒരു ബോധകാലം, നമ്മളുടെ ഒരു ചരിത്രം മനസ്സിലാക്കാതെ, അത് നമ്മളെന്ന് വെച്ചാൽ എന്തും നമ്മളെ ചരിത്രം മനസ്സിലാക്കാതെ നമുക്ക് ഒരു കലാപ്രവർത്തനത്തിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന രീതിയിലല്ല എനിക്ക് വരുന്നത്, പക്ഷേ പോലെ വരുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുക്കന്മാർ ഇവിടെയുണ്ട്. പിന്നെ കോഴിക്കോട് എല്ലാവരും എനിക്ക് അർത്ഥത്തിൽ ഗുരുക്കന്മാരാണ്. അവിടെ നടീതടന്മാർക്ക് തന്നെ എന്നേക്കാൾ കഴിവ്